നമസ്കാരം. സാൻ ഹോസെ നിധിയെക്കുറിച്ചുള്ള ചരിത്രത്തിന്റെ അവസാന ഭാഗത്തേക്ക് സ്വാഗതം. ഭയക്കാനൊന്നുമില്ല, നമുക്ക് മുന്നോട്ട് തന്നെ നീങ്ങാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നിർത്തിയത് സ്പാനിഷ് അഡ്മിറൽ വിയനുവേവയുടെ ഈ വാക്കുകളിലായിരുന്നു. പോർട്ടോ ബെലയിൽ നിന്ന് ചക്രവാളത്തിലേക്ക് നോക്കി ഇംഗ്ലീഷ് കപ്പലുകളെ പുച്ഛിച്ചു തള്ളിയ ആ നിമിഷം. ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നത് ഒരു സാമ്രാജ്യത്തിന്റെ അഹങ്കാരമായിരുന്നു. പക്ഷേ ചരിത്രം സാക്ഷ്യം വഹിച്ചത് മറ്റൊന്നായിരുന്നു. ആ വാക്കുകൾ ഉച്ചരിച്ചിട്ട് ദിവസങ്ങൾക്കുള്ളിൽ സ്പാനിഷ് സാമ്രാജ്യത്തിന്റെ വിധി തന്നെ മാറ്റിമറിച്ച ഒരു ദുരന്തം അവിടെ സംഭവിക്കാൻ പോകുകയായിരുന്നു. സാൻ ഹൊസയുടെ വയറ്റിൽ നിറച്ചിരുന്ന സ്വർണത്തിനും വെള്ളിക്കും പിന്നിൽ വലിയൊരു ചരിത്രമുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടാകുമല്ലോ. ഇൻക ജനത കരുതിയിരുന്നത് സ്വർണം സൂര്യദേവന്റെ കണ്ണുനീർ ആണെന്നാണ്. എന്നാൽ സ്പാനിഷുകാർക്ക് അത് അധികാരത്തിന്റെയും അത്യാഗ്രഹത്തിന്റെയും പ്രതീകമായിരുന്നു. ബൊളീവിയയിലെ പൊട്ടോസി ഖനികളിൽ നിന്ന് തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളെക്കുറിച്ച് നിർബന്ധിച്ച് പണിയെടുപ്പിച്ച് കുഴിച്ചെടുത്തതായിരുന്നു ആ വെള്ളിയും സ്വർണവും. നരകത്തിന്റെ വായ എന്ന് വിളിക്കപ്പെട്ട ആ ഖനികളിൽ ആയിരക്കണക്കിന് മനുഷ്യർ മരിച്ചു വീണു. ആ രക്തത്തിന്റെ കറ പുരണ്ട നാണയങ്ങളാണ് ഇപ്പോൾ സാൻ ഹോസയിലെ പെട്ടികൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ കണക്കിൽ കോടിക്കണക്കിന് ഡോളർ വരുന്ന സമ്പത്ത്. ഓരോ നാണയത്തിനും പിന്നിൽ ഒരു മനുഷ്യജീവന്റെ വിലയുണ്ടായിരുന്നു. ശാന്തമായി കിടക്കുന്ന കരീബിയൻ കടലിലൂടെ സ്പെയിനിലേക്ക് മടങ്ങുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് വഹിക്കുന്ന 17 കപ്പലുകൾ. എന്നാൽ അവർ സഞ്ചരിക്കുന്നത് തുറന്ന കടലിലേക്കല്ല, മറിച്ച് മരണത്തിന്റെ കെണിയിലേക്കാണ്. ആ സമയത്ത് അവർ അത് അറിഞ്ഞിരുന്നില്ല. കിലോമീറ്ററുകൾക്കപ്പുറം ഇരുട്ടിന്റെ മറവിൽ ക്ഷമയോടെ അവരെ കാത്തിരിക്കുന്നത് സാധാരണ കടൽ കൊള്ളക്കാരായിരുന്നില്ല. അത് ബ്രിട്ടീഷ് റോയൽ നേവിയുടെ ഏറ്റവും തന്ത്രശാലിയായിട്ടുള്ള കമാൻഡർ ചാൾസ് വെയ്ജർ ആയിരുന്നു. സ്വർണത്തിനു വേണ്ടിയുള്ള ആർത്തിയും സാമ്രാജ്യങ്ങൾ തമ്മിലുള്ള പകയും നേർക്കുനേർ വന്നപ്പോൾ സംഭവിച്ചത് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള വെയ്ജേഴ്സ് ആക്ഷൻ എന്ന യുദ്ധമായിരുന്നു. ആ രാത്രിയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? 300 വർഷങ്ങൾക്ക് ശേഷം ആഴക്കടലിലെ ഇരുട്ടിൽ നിന്ന് റോജർ ഡൂലി കണ്ടെത്തിയത് ശരിക്കും എന്താണ്? സാൻ ഹോസെ നിധിവേട്ടയുടെ അവിശ്വസനീയമായിട്ടുള്ള 2ാം ഭാഗത്തിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു ഹിസ്റ്ററീസ് വെയർ ദ പാസ്റ്റ് കംസ് എലൈവ്. നിധിവേട്ടയുടെ കഥകൾ നമുക്കെന്നും ഇഷ്ടമാണ്. കാരണം നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ആ കഥകളിൽ ഉണ്ട്. നമ്മൾ പലപ്പോഴും വെറുതെയെങ്കിലും എന്തിനാണ് ഒരു നിധി കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്? അത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. കാരണം കുടുംബം നമുക്ക് അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. പക്ഷേ പലരും ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട്. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടായിരുന്ന കാലത്തെ പോലെ നമ്മുടെ ഫാമിലിക്ക് ജീവിക്കാനായിട്ട് സാധിക്കുമോ? ഇതൊന്നും ആർക്കും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ട സുരക്ഷ നമ്മൾ നേരത്തെ തന്നെ എടുത്ത് വയ്ക്കണം. ഇതിനുവേണ്ടി കോടികൾ സമ്പാദിച്ചു വെക്കാൻ നമുക്ക് പറ്റി എന്ന് വരില്ല. അതുകൊണ്ട് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു കമ്പനിയുടെ ടേം ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് നല്ലതാണ്. വില കൂടിയ ലൈഫ് ഇൻഷുറൻസുകളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ മാസം 400-500 രൂപ മുതൽ പ്രീമിയം തുടങ്ങുന്ന 2 കോടി വരെ കവറേജ് കിട്ടുന്ന ടേം പ്ലാനുകൾ ലഭ്യമാണ്. ഡിസ്ക്രിപ്ഷനിലോ കമന്റിലോ ഉള്ള ലിങ്കിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളുടെ പ്ലാനുകൾ കാണാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് 15% വരെ ഡിസ്കൗണ്ടിൽ എടുക്കുകയും ചെയ്യാം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവർ വീട്ടിൽ വന്ന് കാര്യങ്ങൾ വിശദീകരിച്ച് തരികയും ചെയ്യും. ചിലപ്പോൾ മെഡിക്കൽ ചെക്കപ്പ് ആവശ്യം വന്നേക്കാം. അത് ഫ്രീ ആയിട്ട് അവർ തന്നെ നടത്തും. നമ്മുടെ പ്രായം, വിദ്യാഭ്യാസം, ആരോഗ്യം ഇതൊക്കെ പരിഗണിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് നൽകില്ല എന്ന് കമ്പനികൾക്ക് തീരുമാനിക്കാം. പക്ഷേ അത്യാവശ്യം ആരോഗ്യം, വരുമാനം ഒക്കെ ഉള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കിട്ടിയാൽ വളരെ നല്ലത്. ഇനി ക്യാൻസർ പോലുള്ള അസുഖങ്ങളോ അപകടത്തിൽ അംഗവൈകല്യം സംഭവിച്ചാലോ നിങ്ങൾക്ക് തുടർന്ന് ജോലി ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ അതിന് കവറേജ് കിട്ടുന്ന രീതിയിൽ എക്സ്ട്രാ ആഡ്-ഓൺസ് നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ പ്രവാസികൾക്ക് നാട്ടിൽ നിന്ന് വിദേശത്തേക്കാൾ 30-50% വരെ കുറഞ്ഞ ചെലവിൽ ടേം പ്ലാനുകൾ എടുക്കാവുന്നതാണ്. നമ്മുടെ ബാധ്യതകൾ തീരുന്നത് വരെയെങ്കിലും പ്രീമിയം അടയ്ക്കാം. ഇനി കാലാവധി കഴിഞ്ഞാൽ അടച്ച പണം തിരിച്ചു കിട്ടുന്നതും ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടുന്നതും ആയിട്ടുള്ള പ്ലാനുകളും ഇതിലുണ്ട്. കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിലോ കമന്റിലോ ഉള്ള ലിങ്ക് വഴി പ്ലാനുകൾ താരതമ്യം ചെയ്ത് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. 1708 ജൂൺ 7 വൈകുന്നേരം നിധികൾ നിറച്ച സ്പാനിഷ് കപ്പൽ വ്യൂഹം സാൻ ബെർണാഡോ ദ്വീപിന് സമീപത്ത് എത്തിച്ചേർന്നു. സാൻ ബെർണാഡോ ദ്വീപ് സമൂഹത്തിന് സ്പാനിഷ് അധിനിവേശ കാലഘട്ടവുമായിട്ട് ആഴത്തിലുള്ള ബന്ധമുണ്ട്. കരീബിയൻ കടലിലെ പ്രധാന പാതയിലായിരുന്നുകൊണ്ട് തന്നെ സ്പാനിഷ് ഭരണകാലത്ത് കാർത്തഹേനയ്ക്കുള്ള കവാടമായിരുന്നു ഈ ദ്വീപുകൾ. പെറുവിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന സ്വർണവും വെള്ളിയും സ്പെയിനിലേക്ക് കൊണ്ടുപോകുന്ന കപ്പലുകളുടെ പ്രധാന വിശ്രമ കേന്ദ്രമോ ഒളിത്താവളവുമായിരുന്നു ഇത്. സ്പാനിഷ് കപ്പലുകളെ ലക്ഷ്യമിട്ട് വരുന്ന ബ്രിട്ടീഷ് കടൽ കൊള്ളക്കാർ അവരിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടിയിട്ട് ഈ ദ്വീപുകളിലെ കണ്ടൽക്കാടുകളും പവിഴപ്പുറ്റുകളും സ്പാനിഷ് നാവികര് നന്നായിട്ട് ഉപയോഗപ്പെടുത്തുമായിരുന്നു. അത് കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങിയ സാൻ ഹോസയും മറ്റ് 16 കപ്പലുകളും ഇപ്പോഴുള്ളത് കൊളംബിയയുടെ വടക്കൻ തീരത്തുള്ള കാർത്തഹേനയ്ക്ക് വളരെ അടുത്തുള്ള
ബെറു എന്ന ദ്വീപിന് ചേർന്നാണ്. ഇത് സത്യത്തിലെ ഒരു ദ്വീപല്ല, ഒരു ഉപദ്വീപാണ്. കാർത്തഹേനയിലേക്ക് ഇനി ഇവിടെ നിന്നും ഒരു ദിവസത്തെ യാത്ര മാത്രമാണ് ഉള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ റോജർ ഡൂലി സ്പെയിനിലെ സെവിയയിലെ ജനറൽ ആർക്കൈവ് ഓഫ് ഇൻഡീസിലെ രേഖകൾ നോക്കുന്നതിനിടയിൽ യാദൃച്ഛികമായിട്ട് ഒരു ഫ്രഞ്ചുകാരൻ ഈ ഭാഗത്ത് ഇംഗ്ലീഷ് കപ്പലുകൾ കറങ്ങുന്നുണ്ട് എന്ന വിവരം കാർട്ടഹേന ഗവർണറെ അറിയിച്ച ലെറ്റർ കണ്ട വിവരം നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. ഈ ഫ്രഞ്ച് തടവുകാരൻ ഇംഗ്ലീഷ് കപ്പലിൽ നിന്നും തടവ് ചാടിയത് മഗ്ദലീന എന്ന് പറയുന്ന ഒരു നദി കരീബിയൻ കടലിൽ വന്ന് പതിക്കുന്ന അഴിമുഖത്താണ്. ബാരവാൻകില്ല എന്ന ആ സ്ഥലം സാൻ ഹൊസെ ഇപ്പോൾ കിടക്കുന്ന ബറു ദ്വീപിൽ നിന്നും ഏതാണ്ട് 120 കിലോമീറ്റർ ഏതാണ്ട് തെക്കായിട്ട് വരും. സത്യത്തിൽ ഈ സ്പാനിഷ് നിധി തേടിയിട്ട് റോജർ ഡൂലിയും 1708 ഏതാണ്ട് 300 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇംഗ്ലീഷ് കപ്പലുകളും ഇതേ സ്ഥലത്ത് തന്നെ തിരയുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. തെക്കേ അമേരിക്കയുടെ ഉള്ളിൽ നിന്നും സ്വർണവും വെള്ളിയും കരീബിയൻ തീരങ്ങളിലേക്ക് കൊണ്ടുവന്നിരുന്നത് കാടുകളിലൂടെ മാത്രമല്ല, മഗ്ദലീന എന്ന് പറയുന്ന ഈ ഒരു പുഴയിലൂടെയും അത് തീരത്തേക്ക് കൊണ്ടുവന്നിരുന്നു. മുമ്പ് പറഞ്ഞതുപോലെ സാൻ ഹൊസെ ഇപ്പോഴുള്ള ബെറു ദ്വീപിൽ നിന്നും 120 കിലോമീറ്റർ അകലെയാണ് ഈ പറഞ്ഞ മഗ്ദലീന എന്ന് പറയുന്ന ആ ഒരു നദി കടലിലേക്ക് വന്ന് ചേരുന്നത്. അവിടെ നിന്നും വീണ്ടും 800 കിലോമീറ്റർ നദിയിലൂടെ ഉള്ളിലേക്ക് പോയാൽ ഓണ്ട എന്ന സ്ഥലത്ത് എത്തിച്ചേരും. എഴുതുന്നത് ഹോണ്ട എന്നാണ്, വായിക്കുന്നത് ഓണ്ട എന്നാണ്. 1636 അതായത് സാൻ ഹൊസെ സംഭവം നടക്കുന്നതിനും ഏകദേശം 70 വർഷങ്ങൾക്ക് മുമ്പ് ബൊഗോട്ടയിൽ നിന്നും സ്വർണ്ണ നാണയങ്ങളും ഒക്കെ ആയിട്ട് ഒരു വഞ്ചി ഈ പറഞ്ഞ മഗ്ദലീന എന്ന് പറയുന്ന ആ പുഴയിലൂടെ കടൽ ലക്ഷ്യമാക്കിയിട്ട് യാത്ര തിരിച്ചു. ചമ്പാൻ എന്നറിയപ്പെടുന്ന ഒരുതരം പ്രത്യേക വള്ളങ്ങളിലാണ് അക്കാലത്ത് നിധി നദിയിലൂടെ കൊണ്ടുവന്നിരുന്നത്. നദിയിലൂടെ ചരക്കുകളും യാത്രക്കാരെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന വലിയ മേൽക്കൂരകളൊക്കെയുള്ള വലിയ വള്ളങ്ങളെയാണ് ചമ്പാൻ എന്ന് വിളിച്ചിരുന്നത്. ആലപ്പുഴയിലും കോട്ടയത്തും ഒക്കെ കെട്ടുവള്ളം എന്നൊക്കെയാണ് അതിനെ വിളിക്കുക. ഏകദേശം 50-60 അടി വരെ നീളമുള്ള, അടിഭാഗം നല്ല രീതിയിൽ പരന്ന വലിയ വള്ളങ്ങളായിരുന്നു ഈ ചമ്പാൻ. ഇതിന്റെ മധ്യഭാഗത്ത് ഓലയോ പുല്ലോ ഒക്കെ മേഞ്ഞ അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു മേൽക്കൂര കാണും, ഒരു ചെറിയ അറ പോലെ. വെയിലിൽ നിന്നും മഴയിൽ നിന്നും ചരക്കുകളെയും യാത്രക്കാരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്. സ്വർണവും മറ്റ് വിലപിടിപ്പുള്ള വെള്ളി പോലുള്ള വസ്തുക്കളൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നത് ഈ മേൽക്കൂരയ്ക്ക് താഴെയുള്ള സുരക്ഷിതമായ ഭാഗത്തായിരുന്നു. ഈ വള്ളങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് നിയന്ത്രിച്ചിരുന്ന മനുഷ്യരായിരുന്നു. അവരെ ബോഗാസ് എന്നാണ് വിളിച്ചിരുന്നത്. അവർ സാധാരണയായിട്ട് ആഫ്രിക്കൻ വംശജരോ തദ്ദേശീയരായിട്ടുള്ള കരുത്തരായിട്ടുള്ള ആളുകളായിരുന്നു. തുഴകൾക്ക് പകരം നീളമുള്ള മുളങ്കോലുകൾ ഉപയോഗിച്ചിട്ട് പുഴയുടെ അടിത്തട്ടിൽ കുത്തിയാണ് ഇവർ ഈ വള്ളങ്ങളെ മുന്നോട്ട് നീക്കിയിരുന്നത്. വള്ളത്തിന്റെ വശങ്ങളിലൂടെ അവിടെ പലകകൾ വെച്ചിട്ടുണ്ട്. ആ പലകയിലൂടെ നടന്നിട്ട് നെഞ്ചുകൊണ്ട് കോലിൽ അമർത്തിയിട്ട്, ഈ മുളങ്കോലിൽ അമർത്തിയിട്ടാണ് അവർ വള്ളം തള്ളി മുന്നോട്ട് നീക്കിയിരുന്നത്. അതികഠിനമായിട്ടുള്ള ഒരു ജോലിയായിരുന്നു ഇത്. ഇടുങ്ങിയ പുഴകളിലൂടെ മുതലകളും ഒഴുക്കുകളും ഒക്കെ നിറഞ്ഞ ആ വെള്ളത്തിലൂടെ ആഴ്ചകളോളം യാത്ര ചെയ്തിട്ടാണ് ഈ സ്വർണം കടലിൽ കിടക്കുന്ന ഒരു സ്പാനിഷ് കപ്പലിൽ എത്തിച്ചേരുന്നത്. 1636 ബൊഗോട്ടയിൽ നിന്നും സ്വർണ്ണ നാണയങ്ങളുമായിട്ട് ഒരു ചമ്പാൻ വഞ്ചി ഈ പറഞ്ഞ മഗ്ദലീന പുഴയിലൂടെ യാത്ര തിരിച്ചു. എന്നാൽ ഓണ്ട എന്ന സ്ഥലത്തിനടുത്തുള്ള എൽ മെസൂന എന്ന് പറഞ്ഞ ഒരു വളവിൽ വെച്ചിട്ട് അതിശക്തമായിട്ടുള്ള ഒഴുക്കിലും ചുഴിയിലും പെട്ട് ആ വഞ്ചി അങ്ങ് മറിഞ്ഞുപോയി. അതിലുണ്ടായിരുന്ന സ്വർണം മുഴുവൻ ആ പുഴയുടെ അടുത്തട്ടിലേക്ക് ആഴ്ന്നു പോവുകയാണ് ചെയ്തത്. ഈ ദുരന്തത്തെക്കുറിച്ചിട്ട് ഇംഗ്ലീഷുകാർക്ക് അറിയാമായിരുന്നു എന്ന് വേണം കരുതാനായിട്ട്. എന്നാൽ ഈ നിധി കിട്ടിയത് അവർക്കായിരുന്നില്ല. വഞ്ചി മറിഞ്ഞിട്ട് കൃത്യം 300 വർഷങ്ങൾക്ക് ശേഷം 1936 ഓഗസ്റ്റ് 22 ഈ മഗ്ദലീന പുഴയിലെ എൽ മെസൂന എന്നറിയപ്പെടുന്ന ആ പഴയ ആഴമേറിയ ചുഴിയിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയതായിരുന്നു ഡൊമിങ്ങോ ഗുസ്മാൻ എന്ന് പറഞ്ഞ സാധാരണക്കാരനായിട്ടുള്ള ഒരു മീൻപിടുത്തക്കാരൻ. അന്ന് പുഴയിൽ വെള്ളം കുറവായിരുന്നു. മണൽത്തിട്ടയിൽ എന്തോ തിളങ്ങുന്നത് കണ്ടിട്ട് അദ്ദേഹം അത് മാന്തി നോക്കി. ലഭിച്ചത് തുരുമ്പിച്ച ഒരു ഇരുമ്പ് പെട്ടി. അത് തുറന്നപ്പോൾ കണ്ടത് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. ആയിരക്കണക്കിന് പഴയ സ്വർണ്ണ നാണയങ്ങൾ. 300 വർഷങ്ങൾക്ക് മുമ്പ് പുഴ വിഴുങ്ങിയ ആ നിധി ഒടുവിൽ ഒരു പാവപ്പെട്ട മീൻപിടുത്തക്കാരൻ്റെ മുന്നിലാണ് പ്രത്യക്ഷപ്പെട്ടത്. മെസൂനോ ട്രഷർ എന്നാണ് ഇപ്പോൾ ഇതിനെ വിളിക്കുന്നത്. മക്കൂക്കിന എന്നറിയപ്പെടുന്ന 1600 സ്വർണ്ണ നാണയങ്ങളാണ് ഇവിടെ നിന്നും ലഭിച്ചത്. ഇവ കൃത്യമായിട്ട് ആകൃതിയൊന്നും ഇല്ലാത്ത കൈകൾ കൊണ്ട് അടിച്ചെടുത്ത സ്വർണ്ണ നാണയങ്ങളാണ്. ഇതിൽ 500 നാണയങ്ങൾ കൊളംബിയൻ സെൻട്രൽ ബാങ്കിന്റെ കൈവശമാണ് ഇപ്പോൾ ഉള്ളത്. ബാക്കി ഈ മീൻപിടുത്തക്കാരൻ ഡൊമിങ്ങോ ഗുസ്മാനും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന 2 സഹോദരന്മാർക്കും കൂടി വീതം വെച്ച് കൊടുക്കുകയും ചെയ്തു. അതെല്ലാം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇതിനോടകം വിലയ്ക്ക് വാങ്ങി കൊണ്ടുപോയിട്ടുണ്ടാവും. ഈ കഥ ഉറപ്പായിട്ടും റോജർ ഡൂലിക്ക് അറിയാമായിരുന്നു. ചുരുക്കത്തിൽ ഒരേ കഥ തന്നെ കേട്ടിട്ടാണ് 1708 ബ്രിട്ടീഷ് പടക്കപ്പലുകളും 1984 നമ്മുടെ റോജർ ഡൂലിയും ഇതേ സ്ഥലത്ത് ഈ കരീബിയൻ ഭാഗത്ത് ഈ പറഞ്ഞ സ്വർണത്തിനും നിധിക്കും വേണ്ടി കിടന്ന് കറങ്ങുന്നത്. എന്നാൽ ഈ കരീബിയൻ കടലിനെ കുറിച്ച് പറഞ്ഞാൽ ഇന്നത്തെ വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള ആ നീലക്കടലിനെ അല്ല നമ്മൾ കാണേണ്ടത്. 18-ാം നൂറ്റാണ്ടിൽ അതൊരു മരണക്കിണർ തന്നെയായിരുന്നു.
ആ കാലഘട്ടത്തിൽ കരീബിയൻ കടലിനെ സ്പെയിൻകാർ വിളിച്ചിരുന്നത് സ്പാനിഷ് തടാകം എന്നായിരുന്നു. കാരണം തെക്കേ അമേരിക്കയിൽ നിന്നുള്ള എല്ലാ സമ്പത്തും ഒഴുകിയിരുന്നത് ഇതിലൂടെയായിരുന്നു. പക്ഷെ 1708 ആയി കഴിഞ്ഞപ്പോഴേക്കും ഈ തടാകം നിറയെ കൊലയാളി സ്രാവുകൾ നിറഞ്ഞു. ഇംഗ്ലീഷ് ഡച്ച് യുദ്ധക്കപ്പലുകളും സർക്കാർ ഒത്താശയോടെ പ്രവർത്തിക്കുന്ന പ്രൈവറ്റേഴ്സ് എന്ന കൊള്ളക്കാരും ഓരോ ദ്വീപിനും പിന്നിലും പതിയിരുന്നിട്ട് ഈ സ്പാനിഷ് കപ്പലുകളെ ആക്രമിച്ചു. ഇന്നത്തെ കൊളംബിയയുടെ വടക്കൻ തീരം അന്ന് അറിയപ്പെട്ടിരുന്നത് സ്പാനിഷ് മെയിൻ എന്നായിരുന്നു. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള എന്നാൽ ഏറ്റവും അപകടം പിടിച്ച കപ്പൽപാത. കാർട്ടഹേന തുറമുഖത്തേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ കപ്പലുകൾക്ക് റൊസാരിയോ ദ്വീപുകൾ, സാൻ ബെർണാഡോ ദ്വീപുകൾ, പിന്നെ ബെറു ഉപദ്വീപ്, ഈ ദ്വീപുകൾക്കിടയിലൂടെ വേണം ഈ കപ്പലുകൾക്ക് സഞ്ചരിക്കാനായിട്ട്. ഇതിൽ ബെറു ഉപദ്വീപിന്റെ അരികിലാണ് നമ്മുടെ സാൻ ഹൊസയും ബാക്കിയുള്ള 16 കപ്പലുകളും ഇപ്പോഴും ഉള്ളത്. ഈ ഭാഗത്ത് ഈ ഒരു ഏരിയയിൽ കടലിന് ആഴം തീരെ കുറവാണ്. നിറയെ പവിഴപ്പുറ്റുകളും ഉണ്ട്. വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുന്ന പാറക്കെട്ടുകൾ ഒട്ടനവധി ഈ ഭാഗങ്ങളിൽ ഉണ്ട്. നമുക്ക് വീണ്ടും 1708 ബെറു ദ്വീപിന് സമീപമുള്ള സാൻ ഹൊസെ അടക്കമുള്ള 17 കപ്പലുകളുടെ അരികിലേക്ക് പോകാം. അന്ന് രാത്രി കനത്ത മഴ പെയ്തു. ഇടിമുഴക്കങ്ങൾ അതിൻ്റെ ഇടയിൽ ക്യാപ്റ്റൻ ജനറൽ കൗണ്ട് ഓഫ് കാസ അലഗ്രെ പ്രാർത്ഥിച്ചു, തൻ്റെ കപ്പലിനെ കാത്തുകൊള്ളണേ ദൈവമേ എന്ന്. പിറ്റേന്ന് ജൂൺ 8 രാവിലെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. അനുകൂലമായിട്ടുള്ള കാറ്റ് കപ്പലുകളെ മെല്ലെ മുന്നോട്ടേക്ക് നയിച്ചു. റൊസാരിയോ ദ്വീപുകൾ കടന്ന് കാർട്ടഹേനയുടെ സുരക്ഷിതമായിട്ടുള്ള തുറമുഖത്തേക്ക് കടക്കാനായിട്ട് അവർ തയ്യാറെടുത്തു. എല്ലാം നന്നായി അവസാനിക്കുമെന്ന് തന്നെ കാസ അലഗ്രെ വിശ്വസിച്ചു. എന്നാൽ ഉച്ച കഴിഞ്ഞ് 3 മണിയോടെ വിധി മാറി മറിഞ്ഞു. കാറ്റ് പെട്ടെന്ന് നിലച്ചു. കപ്പലുകളുടെ പായകൾ കാറ്റില്ലാതെ തൂങ്ങിക്കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കപ്പലുകൾക്ക് എതിർദിശയിൽ നിന്ന് വടക്ക് നിന്ന് ഒരു കാറ്റ് വീശാൻ തുടങ്ങി. അതോടെ ഈ കപ്പലുകളുടെ വേഗത കുറഞ്ഞു. അപ്പോഴാണ് അത് സംഭവിച്ചത്, അല്ലെങ്കിൽ അവരത് കണ്ടത്. ചക്രവാളത്തിൽ 4 കപ്പലുകൾ പ്രത്യക്ഷപ്പെട്ടു. കാസ അലഗ്രെ തൻ്റെ ദൂരദർശനിലൂടെ അങ്ങോട്ടേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി. സംശയമില്ല, അത് ഇംഗ്ലീഷ് യുദ്ധക്കപ്പലുകൾ തന്നെയാണ്. മാസങ്ങളായിട്ട് തങ്ങളെ വേട്ടയാടാൻ കാത്തിരിക്കുന്ന വിശന്നു വലഞ്ഞ ചെന്നായ്ക്കൾ. ഇംഗ്ലീഷ് കപ്പൽപ്പടയുടെ തലവൻ ചാൾസ് വെയ്ജർ തൻ്റെ എക്സ്പെഡീഷൻ എന്ന കപ്പലിൽ നിന്ന് സ്പാനിഷ് കപ്പലുകളെ നോക്കി അലറിച്ചിരിച്ചു. മാസങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ നിധി ഇതാ തൻ്റെ കൺമുന്നിൽ. കാസ അലഗ്രയ്ക്ക് മുന്നിൽ 2 വഴികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ കീഴടങ്ങുക, അല്ലെങ്കിൽ മരിക്കുന്നത് വരെ പോരാടുക. അദ്ദേഹം 2ാമത്തെ വഴിയാണ് തിരഞ്ഞെടുത്തത്. സ്പാനിഷ് കപ്പലുകൾ അങ്ങനെ യുദ്ധത്തിന് തയ്യാറായി. 70 ഗണ്ണുകളുള്ള എക്സ്പെഡീഷൻ, 60 പീരങ്കിയുള്ള കിങ്സ്റ്റൺ, 50 പീരങ്കിയുള്ള പോർട്ട്ലാൻഡ്, 28 തോക്കുകളുള്ള വൾസർ, ഇത്രയുമാണ് ഇംഗ്ലീഷ് ഫ്ലീറ്റിൽ ഉണ്ടായിരുന്നത്. ഇതിൽ അവസാനത്തെ കപ്പൽ 28 തോക്കുകൾ മാത്രമുള്ള വൾസർ ഇതൊരു ഫയർ ഷിപ്പാണ്. 18ാം നൂറ്റാണ്ടിലെ നാവിക യുദ്ധങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഏറ്റവും ക്രൂരവും അതേസമയം ശത്രുക്കൾക്ക് ഏറ്റവും ഭയമുണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരായുധമായിരുന്നു ഫയർ ഷിപ്പ്. ഇത് സാധാരണ യുദ്ധം ചെയ്യാനുള്ള കപ്പലല്ല. ഇതിലെ പീരങ്കികൾ കുറവായിരിക്കും, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. പകരം ഈ കപ്പലിന്റെ ഉള്ളിൽ നിറയെ വെടിമരുന്ന്, ടാറ്, കൊഴുപ്പ്, എണ്ണ, പഴയ മരക്കഷ്ണങ്ങൾ തുടങ്ങിയ പെട്ടെന്ന് തീ പിടിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്നതായിട്ടുള്ള വസ്തുക്കൾ കുത്തി നിറച്ചിട്ടുണ്ടാവും. യുദ്ധത്തിന്റെ ഇടയിൽ കാറ്റിന്റെ ഗതി നോക്കിയിട്ട് ശത്രുക്കളുടെ കപ്പലുകൾക്ക് നേരെ ഇതിനെ അങ്ങ് അഴിച്ചുവിടും. ഈ ഫയർ ഷിപ്പ് ശത്രുവിന്റെ അടുത്ത് എത്തിക്കഴിയുമ്പോഴേക്കും ഇതിലെ നാവികരെന്ത് ചെയ്യും? കപ്പലിന് തീ കൊളുത്തിയ ശേഷം പിന്നിൽ കെട്ടിയിട്ടിരിക്കുന്ന ചെറിയ വള്ളങ്ങളിൽ ചാടി അവരങ്ങ് രക്ഷപ്പെടും. അങ്ങനെ കത്തിക്കൊണ്ട് വരുന്ന ഈ ഒരു കപ്പല് ശത്രുവിന്റെ കപ്പലിന് നേർക്ക് നേരെ ചെന്നങ്ങ് ഇടിക്കും. ആ കൂട്ടിയിടിയിൽ ഈ തീ മുഴുവൻ ശത്രു കപ്പലിലേക്ക് പടരും. മരം കൊണ്ടുണ്ടാക്കിയ പഴയ കപ്പലുകൾക്ക് തീ എന്ന് പറഞ്ഞാലും മരണമാണ്. നിമിഷ നേരം കൊണ്ട് എല്ലാം കത്തി അങ്ങ് ചാമ്പലാകും. ഇവിടെ ഇപ്പോൾ ഈ കരീബിയൻ കടലിൽ സ്വർണത്തിന് വേണ്ടിയുള്ള ആർത്തിയും സാമ്രാജ്യങ്ങൾ തമ്മിലുള്ള പകയും നേർക്കുനേർ വന്നപ്പോൾ സംഭവിച്ചത് മുമ്പ് പറഞ്ഞതുപോലെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള വെയ്ജേഴ്സ് ആക്ഷൻ എന്ന യുദ്ധമായിരുന്നു. 17 കച്ചവട കപ്പലുകളെ ഇംഗ്ലീഷുകാർ വെറുതെ അവഗണിച്ച് കളയുകയാണ് ചെയ്തത്. അവർ ലക്ഷ്യമിട്ടത് പീരങ്കികൾ സജ്ജമായിട്ടുള്ള സാൻ ഹൊസെ, സാൻ ഹുവാക്കിൻ, സാന്താക്രൂസ് എന്നീ 3 കപ്പലുകളെ മാത്രമായിരുന്നു. നിധി അവയിലാണ് ഉള്ളത് എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. സ്പാനിഷ് ഫ്ലീറ്റ് ഇസ്ലാബാരു എന്നറിയപ്പെടുന്ന ഉപദ്വീപിന്റെ അരികിൽ എത്തിച്ചേർന്നത് ജൂൺ 7 വൈകുന്നേരമാണ്. ജൂൺ 8 തീയതി, പിറ്റേ ദിവസം ജൂൺ 8 തീയതി വൈകുന്നേരം 3 മണിക്കാണ് അവർ ഈ ചാൾസ് വെയ്ജറുടെ ഇംഗ്ലീഷ് ഫ്ലീറ്റിനെ കാണുന്നത്. സൂര്യൻ അസ്തമിക്കാനായപ്പോഴാണ് യുദ്ധം തുടങ്ങിയത്. വെയ്ജറുടെ കപ്പലുകൾ സ്പാനിഷ് കപ്പലുകളെ വളഞ്ഞു. പീരങ്കികൾ ഗർജിക്കാൻ തുടങ്ങി. ആകാശം പുക കൊണ്ട് മൂടി. 5 മണിയോടെ കിങ്സ്റ്റൺ സാൻ ഹുവാക്കിനെ ആക്രമിച്ചു. എന്നാൽ 2 മണിക്കൂർ നീണ്ടുനിന്ന ആ പോരാട്ടത്തിന്റെ ഒടുവിൽ രാത്രിയുടെ മറവിൽ സാൻ ഹുവാക്കിൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു. അഡ്മിറൽ വില്യനുവേവ ഇംഗ്ലീഷ് കപ്പലിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാൻ ഹുവാക്കിൻ എന്ന് പറഞ്ഞ തൻ്റെ കപ്പലിനെ സാൽ മെദീന ഷുവാൾസ് എന്നറിയപ്പെടുന്ന പാറക്കെട്ടുകൾക്കിടയിലൂടെ ഓടിച്ച് കയറ്റുകയാണ് ചെയ്തത്. അതൊരു അപകടം പിടിച്ച പണി തന്നെയായിരുന്നു. ഇടുങ്ങിയ പാറക്കെട്ടുകൾ നിറഞ്ഞ ആ ഒരു വഴികൾ ഇംഗ്ലീഷുകാർക്ക് അത്ര പരിചയമില്ലായിരുന്നു. അത് ഇങ്ങർക്കറിയാം. ആഴക്കുറവുള്ള ആ സ്ഥലത്തൂടെ ഈ സാൻ ഹുവാക്കിനെ പിന്തുടരാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷുകാർ ഭയപ്പെട്ടു.
പരിചയമില്ലാത്ത ആ മരണക്കെണിയിലേക്ക് കപ്പൽ ഓടിച്ചാൽ തങ്ങളുടെ കപ്പലുകൾ ഏതെങ്കിലും പാറയിലൊക്കെ തട്ടി തകർന്നു പോകുമെന്ന് ഇംഗ്ലീഷുകാർക്ക് ഉറപ്പായിരുന്നു. ഇതേ സമയം സാൻ ഹോസയെ ആക്രമിച്ചത് വെയ്ജറുടെ എക്സ്പെഡീഷൻ എന്ന മെയിൻ കപ്പൽ തന്നെയാണ്. അപ്പോൾ സമയം വൈകുന്നേരം 3:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത് വരെയും തങ്ങളുടെ കപ്പൽ കൊണ്ട് എത്തിച്ച ശേഷം സാൻ ഹോസയിലേക്ക് ചാടിക്കയറാനായിരുന്നു ഇംഗ്ലീഷുകാരുടെ പദ്ധതി. 1.5 മണിക്കൂർ വെടിവെപ്പിന് ശേഷം ഏതാണ്ട് 5 മണിയായി കഴിഞ്ഞപ്പോഴേക്കും ഈ 2 കപ്പലുകളും തമ്മിലുള്ള അകലം വെറും 60 മീറ്റർ മാത്രമായിട്ട് മാറി. 2 കപ്പലുകളും അടുത്തടുത്ത് തൊട്ടുരുമി നിന്നു. പീരങ്കി ഉണ്ടകൾ ചീറിപ്പാഞ്ഞു. മരപ്പലകൾ തകർന്ന ശബ്ദവും മനുഷ്യരുടെ നിലവിളിയും കടലിൽ മുഴങ്ങി. വിജയം കൈപ്പിടിയിലായെന്ന് തന്നെ ഇംഗ്ലീഷ് കമാൻഡർ ചാൾസ് വെയ്ജർ കരുതി. സാൻ ഹോസെ കീഴടങ്ങുമെന്ന് തന്നെയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. എന്നാൽ രാത്രി 7 മണിയോടെ അപ്രതീക്ഷിതമായിട്ടുള്ള ആ സംഭവം നടന്നു. വലിയൊരു ശബ്ദത്തോടെ സാൻ ഹോസെ പൊട്ടിത്തെറിച്ചു. പെട്ടെന്നാണ് ആ സ്ഫോടനം നടന്നത്. സാൻ ഹോസയുടെ ഉള്ളിൽ നിന്നും അതിഭയങ്കരമായ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി, ഒരു സ്ഫോടനം. ഒരു നിമിഷം കൊണ്ട് ആകാശമുട്ട തീ അങ്ങ് ഉയർന്നു. വെയ്ജറുടെ കപ്പലിലേക്ക് വരെ കത്തുന്ന മരക്കഷ്ണങ്ങൾ തെറിച്ചു വീണു. സാൻ ഹൊസയിലെ ആ കപ്പലിലെ വെടിമരുന്ന് ശേഖരത്തിന് അബദ്ധത്തിൽ തീപിടിച്ചതാകാനാണ് സാധ്യത. ദേഹത്ത് മുഴുവൻ തീപിടിച്ച നാവികര് മരണവെപ്രാളത്തോടെ കടലിലേക്ക് എടുത്തു ചാടി. കപ്പലിന്റെ ചട്ടക്കൂട് പൊട്ടിത്തകർന്ന് ചിതറി. നിമിഷ നേരം കൊണ്ട് ആ വലിയ സ്പാനിഷ് ഗാലിയൻ വെള്ളത്തിനടിയിലേക്ക് മുങ്ങിത്താന്നു. തീയും പുകപടലങ്ങളും മാറിക്കഴിഞ്ഞപ്പോഴേക്കും കടലിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. കപ്പലും അതിലെ 600 മനുഷ്യരും കോടിക്കണക്കിന് വിലമതിക്കുന്ന നിധിയും കടലിന്റെ ആഴങ്ങളിലേക്ക് താണുപോയി. അത് കണ്ട് വെയ്ജർ സ്തംഭിച്ചുപോയി. നിധി കൈക്കലാക്കാൻ വന്ന തനിക്ക് കിട്ടിയത് വെറും ശൂന്യത മാത്രം. അവൾ തന്റെ എല്ലാ സമ്പത്തുമായി കടലിലേക്ക് മുങ്ങിപ്പോയി എന്നാണ് വെയ്ജർ തന്റെ ഡയറിയിൽ കുറിച്ചു വെച്ചത്. 11 പേർ മാത്രമാണ് സാൻ ഹോസയിൽ നിന്നും ജീവനോടെ രക്ഷപ്പെട്ടത്. അവരെ ഇംഗ്ലീഷുകാർ തടവിലാക്കുകയും ചെയ്തു. സാൻ ഹോസെ കത്തിയമർന്ന് കടലിന്റെ ആഴങ്ങളിലേക്ക് മറഞ്ഞപ്പോഴും യുദ്ധം അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്പാനിഷ് കപ്പൽ വ്യൂഹത്തിലെ ബാക്കിയുള്ള കപ്പലുകൾ ഈ സമയത്ത് ചിതറിപ്പായുകയായിരുന്നു. സാൻ ഹുവാക്കിൻ ഇരുളിന്റെ മറവിൽ രക്ഷപ്പെട്ടെങ്കിലും സാന്താക്രൂസ് അത്ര ഭാഗ്യവാനായിരുന്നില്ല. സാന്താക്രൂസിന്റെ ക്യാപ്റ്റൻ നിക്കോളാസ് ഡി ലാ റോസ എന്നറിയപ്പെടുന്ന കൗണ്ട് ഓഫ് വെഗ ഫ്ലോറിഡയായിരുന്നു. വെറും 35 വയസ്സ് മാത്രം പ്രായമുള്ള, മുമ്പ് നടന്ന ഒരു വാൾപ്പയറ്റിൽ കൈക്ക് മുറിവേറ്റ് പാടുള്ള ധീരനായിട്ടുള്ള ഒരു പോരാളി. അദ്ദേഹത്തിന്റെ കപ്പലിൽ 50 പീരങ്കികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അദ്ദേഹത്തെ വളഞ്ഞിരിക്കുന്ന ഇംഗ്ലീഷ് കപ്പലുകളിൽ എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് 180-ലധികം പീരങ്കികളുണ്ട്. കണക്കുകൾ പ്രകാരം തോൽവി ഉറപ്പാണ്. പക്ഷേ കീഴടങ്ങാനായിട്ട് വെഗ ഫ്ലോറിഡ തയ്യാറല്ലായിരുന്നു. വെളുപ്പിനെ 2 മണിയോടെ ഇംഗ്ലീഷ് കമാൻഡർ ചാൾസ് വെയ്ജറുടെ കപ്പല് ഈ സാന്താക്രൂസിനെ തൊട്ടടുത്ത് എത്തി. വെയ്ജറുടെ ശബ്ദം ഇരുട്ടിലൂടെ മുഴങ്ങി, പായകൾ താഴ്ത്തി കീഴടങ്ങുക. എന്നാൽ ചെറുപ്പക്കാരനായിട്ടുള്ള ക്യാപ്റ്റൻ വെഗ ഫ്ലോറിഡയുടെ മറുപടി പീരങ്കികൾക്കുണ്ടായിരുന്നു. തന്റെ കപ്പലിന്റെ സർവ്വശക്തിയും എടുത്ത് അദ്ദേഹം ഇംഗ്ലീഷ് കപ്പലിന് നേരെ നിറയൊഴിച്ചു. മണിക്കൂറുകൾ നീണ്ട യുദ്ധം. അവസാനം പീരങ്കി വെടിയേറ്റ് സാന്താക്രൂസ് കടലിലെ വെറും പൊങ്ങുതടി പോലെയായി. കൊടിമരങ്ങൾ ഒടിഞ്ഞു വീണു, പായകൾ കീറിപ്പറിഞ്ഞു. 23 ഇടത്ത് കപ്പൽ തുളഞ്ഞു. എന്നിട്ടും വെഗ ഫ്ലോറിഡ കീഴടങ്ങിയില്ല. അവസാന തുള്ളി ചോര വരെ പോരാടുക അദ്ദേഹം തന്റെ സൈനികരോട് ആക്രോശിച്ചു. അതോടെ ഇംഗ്ലീഷുകാർ അവരുടെ ഏറ്റവും ക്രൂരമായിട്ടുള്ള ആയുധം പുറത്തെടുത്തു, വൾച്ചർ എന്ന ഫയർ ഷിപ്പ്. സ്ഫോടക വസ്തുക്കൾ നിറച്ച തീ പിടിച്ച ആ കപ്പല് സാന്താക്രൂസിന് നേരെ വരുന്നത് കണ്ടപ്പോൾ തന്നെ സ്പാനിഷ് സൈനികർ ഭയന്നു വിറച്ചു. കീഴടങ്ങുക അല്ലെങ്കിൽ കത്തിച്ചാമ്പലാകുക. തന്റെ കപ്പലിൽ നിന്നുകൊണ്ട് ചാൾസ് വെയ്ജർ അലറി. ഒടുവിൽ ഗത്യന്തരമില്ലാതെ വെഗ ഫ്ലോറിഡ കീഴടങ്ങുവാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ വെയ്ജർക്ക് നിരാശയായിരുന്നു ഫലം. സാൻ ഹോസയിലെ അത്രയും നിധിയൊന്നും സാന്താക്രൂസിൽ ഉണ്ടായിരുന്നില്ല. വെറും 13 പെട്ടി വെള്ളി നാണയങ്ങളും 14 വെള്ളി ബാറുകളും മാത്രമാണ് അവർക്ക് കിട്ടിയത്. ആ യുദ്ധത്തിൽ 14 ഇംഗ്ലീഷുകാരും 90 സ്പാനിഷ് നാവികരുമാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ ഇതിനുശേഷം നേരം വെളുക്കാറായതോടെ ഇരുട്ടിന്റെ മറവിൽ രക്ഷപ്പെട്ടോടിയ സാൻ ഹുവാക്കിൻ വീണ്ടും ഒരിക്കൽ കൂടി വെയ്ജറുടെ കപ്പലിന്റെ മുന്നിൽ അകപ്പെട്ടു. എന്നാൽ വെയ്ജർക്ക് ആക്രമണം നടത്താനായിട്ട് സാധിക്കുന്നതിന് മുമ്പ് തന്നെ സാൻ ഹുവാക്കിൻ അതിവേഗത്തിൽ കാർത്തഹേന തുറമുഖത്ത് എത്തിച്ചേർന്നു. അവിടെ കൂടുതൽ സ്പാനിഷ് കപ്പലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പടക്കപ്പലുകൾ കാണാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ വെയ്ജർ അവിടെ നിന്നും പിൻവാങ്ങുകയാണ് ചെയ്തത്. സ്പാനിഷ് ഫ്ലീറ്റിലെ ബാക്കി 17 ചരക്ക് കപ്പലുകളിൽ 16 എണ്ണവും സുരക്ഷിതമായിട്ട് തന്നെ കാർത്തഹേനയിൽ എത്തിച്ചേർന്നു. മിച്ചമുള്ള ഒരെണ്ണത്തെ ഇംഗ്ലീഷ് കപ്പലുകൾ വളഞ്ഞപ്പോഴേക്കും അതിലെ ഈ സ്പാനിഷ് നാവികര് കപ്പലിന് തീ കൊളുത്തിയിട്ട് ബോട്ടുകളിൽ രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇനി നമുക്ക് 1708 ആ ദുരന്ത രാത്രിയിൽ നിന്ന് മുന്നോട്ടേക്ക് 3 നൂറ്റാണ്ടുകൾ മുന്നോട്ടേക്ക് സഞ്ചരിക്കാം. 1984 സ്പെയിനിലെ സെവിയയിലെ ജനറൽ ആർക്കൈവ് ഓഫ് ദി ഇൻഡീസിൽ വെച്ച് സാൻ ഹോസയുടെ അവസാന നിമിഷങ്ങളെക്കുറിച്ചുള്ള കത്തുകൾ വായിക്കുമ്പോൾ റോജർ ഡൂലി എന്ന 39-കാരനായിട്ടുള്ള പുരാവസ്തു ഗവേഷകൻ അനുഭവിച്ചത് വെറും ഒരു കൗതുകമായിരുന്നില്ല, അതൊരു പ്രണയമായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ കപ്പൽ ഛേദത്തോടും നിധിയോടുമുള്ള അടങ്ങാത്ത പ്രണയം. ആരാണ് ഈ റോജർ ഡൂലി? അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ ജനിച്ച
എന്നാൽ ക്യൂബയിൽ വളർന്ന ഒരു മനുഷ്യൻ. റോജറും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ മൈക്കിളും വെറും 13 മാസത്തെ വ്യത്യാസത്തിൽ ജനിച്ചവരായിരുന്നു. അച്ഛൻ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്കും രണ്ടാനച്ഛനുമൊപ്പം അവർ ക്യൂബയിലേക്ക് കുടിയേറിയതാണ്. അന്ന് റോജറിന് 13 വയസ്സ്. ഈ സഹോദരന്മാരെ രണ്ടുപേരും, റോജറും മൈക്കിളും, രണ്ട് രീതിയിലാണ് ജീവിച്ചിരുന്നത്. മൈക്കിൾ ഒരു പോരാളിയും റോജർ ഒരു സ്വപ്നജീവിയുമായിരുന്നു. വായനയും ചിന്തയുമായിരുന്നു അവന്റെ ലോകം. അക്കാലത്തെ സീ ഹണ്ട് എന്ന TV ഷോയിലെ നായകനെ പോലെ കടലിന്റെ അടിയിലൂടെ നീന്തി നടക്കാൻ വേണ്ടിയിട്ട് അവൻ കൊതിച്ചു. ക്യൂബൻ നഗരമായ ഹവാനയിലെ തിരക്കേറിയ തെരുവിൽ നിന്ന് മാറി കടലിന്റെ നീല ആഴങ്ങളിൽ അവൻ സമാധാനം കണ്ടെത്തി. ഓക്സിജൻ ടാങ്കുകളില്ലാതെ ശ്വാസം അടക്കി പിടിച്ച് ആഴങ്ങളിലേക്ക് മുങ്ങുവാൻ ഇവർ രണ്ടുപേരും മത്സരിച്ചു. അങ്ങനെ 1959 ക്യൂബയിൽ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. ഫിഡൽ കാസ്ട്രോയുടെ ഗറില്ല പോരാളികൾ ഹവാന പിടിച്ചടക്കി. 14-കാരനായ റോജർ ആവേശഭരിതനായി. തോക്കേന്തിയ താടിക്കാരെ അവൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. ഹവാന ഹിൽട്ടൺ ഹോട്ടലിൽ വെച്ചിട്ട് കാസ്ട്രോയെയും ചെഗുവേരയും അവൻ അടുത്തു നിന്ന് കണ്ടു. വിപ്ലവത്തിന്റെ ലഹരിയിൽ റോജറും ഒരു തോക്ക് സംഘടിപ്പിച്ചു. 1961 ഏപ്രിൽ മാസം. ക്യൂബയുടെ ചരിത്രത്തിലെ ഒരുപക്ഷെ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ദിവസങ്ങൾ. ഫിഡൽ കാസ്ട്രോയുടെ ഭരണത്തെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് അമേരിക്കൻ ചാര സംഘടനയായിട്ടുള്ള CIA അവർ പരിശീലിപ്പിച്ച ഒരു കൂട്ടം വിമതര് ക്യൂബയുടെ തെക്കൻ തീരത്തേക്ക് ഇരച്ചു കയറി. ആ സ്ഥലത്തിന്റെ പേര് ചരിത്രത്തിൽ രക്തം കൊണ്ടാണ് എഴുതപ്പെട്ടത്, ബേ ഓഫ് പിഗ്സ്. അർദ്ധരാത്രിയിൽ കപ്പലുകളിൽ വന്നിറങ്ങിയ ബ്രിഗേഡ് 2506 എന്ന വിമത സൈന്യത്തെ നേടാൻ വേണ്ടിയിട്ട് കാസ്ട്രോ അയച്ചത് തന്റെ ടാങ്കുകളെയും വിമാനങ്ങളെയും മാത്രമല്ല, രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൂടിയായിരുന്നു. അക്കൂട്ടത്തില് കയ്യിലൊതുങ്ങാത്ത വലിയൊരു തോക്കുമായിട്ട് വിറച്ചു നിന്നിരുന്ന ഒരു 16-കാരനുണ്ടായിരുന്നു, റോജർ ഡൂലി. സ്കൂളിൽ പോകേണ്ട പ്രായത്തില് യുദ്ധത്തിന്റെ നടുവിൽ നിൽക്കേണ്ടി വന്ന ഒരു കൗമാരക്കാരൻ. ആകാശത്ത് നിന്ന് ബോംബുകൾ വർഷിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ വെടിയേറ്റ് വീഴുന്നത് കണ്ടിട്ട് അവൻ പകച്ചുപോയി. വെറും 72 മണിക്കൂറുകൾ കൊണ്ട് ആ ആക്രമണം പരാജയപ്പെട്ടെങ്കിലും ആ 3 ദിവസങ്ങൾ റോജറിന്റെ മനസ്സിനെ എന്നേക്കുമായിട്ട് മാറ്റിമറിച്ചു. യുദ്ധം എന്ന ക്രൂരമായ യാഥാർത്ഥ്യം അവൻ തിരിച്ചറിഞ്ഞു. മരണം തൊട്ടുമുന്നിൽ കണ്ട ആ നിമിഷത്തിൽ റോജർ ഒരു തീരുമാനമെടുത്തു. എനിക്ക് പട്ടാളക്കാരനായിട്ട് മരിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ജീവിക്കണം. ആ തീരുമാനമാണ് ഒടുവിൽ അവനെ ആയുധങ്ങൾ ഉപേക്ഷിച്ചിട്ട് ശാന്തമായ കടലിന്റെ അടിത്തട്ടിലേക്ക്, സാൻ ഹൊസെ എന്ന സ്വപ്നത്തിലേക്ക് പിന്നീട് നയിച്ചത്. ഇപ്പോൾ പറഞ്ഞ ആ യുദ്ധം, ആ സംഭവത്തോടെ റോജറിന്റെ മനസ്സാകെ മാറി. ഇതിനുശേഷം അവൻ യുദ്ധവിമാനങ്ങളുടെ പൈലറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് പരിശീലനം നേടിയത്. എന്നാൽ റഷ്യയിൽ തുടർ പരിശീലനത്തിന് പോകാനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ക്യൂബൻ അധികൃതർ അവനെ തടഞ്ഞു. കാരണം റോജർ ജനിച്ചത് അമേരിക്കയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് അവർ വിധിച്ചു. സ്വപ്നങ്ങൾ തകർന്ന റോജർ ഒടുവിൽ മൈക്കിളിന്റെ വഴിയെ തന്നെ പോയി കടലിലേക്ക്. 1960-കളിൽ സമുദ്ര പര്യവേഷണത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നു. ജാക്ക് കൂസ്റ്റോയെ പോലെ ഉള്ള ആളുകൾ കടലിന്റെ അടുത്തട്ടിൽ അത്ഭുതങ്ങൾ കാട്ടുന്ന ഒരു കാലം. മനുഷ്യന് ചിറകുകൾ നൽകിയത് റൈറ്റ് സഹോദരന്മാരാണെങ്കിൽ മനുഷ്യന് ചെകിളകൾ നൽകിയത് കൂസ്റ്റോയാണ്. 1943 അദ്ദേഹം കണ്ടുപിടിച്ച അക്വാലങ് എന്ന ഉപകരണം ചരിത്രം മാറ്റിമറിച്ചു. അതുവരെ കടലിൽ ശ്വാസം വിടാൻ വേണ്ടിയിട്ട് വലിയ കുഴലുകളൊക്കെയാണ് നടന്നിരുന്ന മനുഷ്യൻ പെട്ടെന്ന് മീനുകളെ പോലെ സ്വതന്ത്രമായിട്ട് നീന്തി നടക്കുവാൻ തുടങ്ങി. കൂസ്റ്റോയുടെ കലിപ്സോ എന്ന കപ്പലിലെ യാത്രകൾ TV-യിൽ കണ്ട റോജറും സഹോദരൻ മൈക്കിളും ഒരു സ്വപ്നം കണ്ടു. ക്യൂബയ്ക്കും സ്വന്തമായിട്ട് ഇങ്ങനെയൊക്കെ വേണം. അങ്ങനെ ഈ ഡൂലി സഹോദരന്മാർ ചേർന്ന് ക്യൂബൻ സർക്കാരിന് വേണ്ടിയിട്ട് സമുദ്ര ഗവേഷണങ്ങൾ തുടങ്ങി. സമുദ്ര പുരാവസ്തു ഗവേഷണം റോജർ സ്വയം പഠിച്ചെടുത്ത ഒരു കാര്യമാണ്. ഹവാന തുറമുഖത്ത് മുങ്ങിക്കിടന്നിരുന്ന പഴയ കപ്പലുകളിൽ നിന്ന് അവർ മുങ്ങിയിട്ട് ചരിത്രം തന്നെയാണ് കുഴിച്ചെടുത്തത്. സ്വർണ്ണ നാണയങ്ങളും പഴയ പാത്രങ്ങളും ക്യാപ്റ്റന്മാരുടെ മെഡലുകളും ഒക്കെ അവർ അവിടെ നിന്നും കണ്ടെടുത്തു. ഓരോ കണ്ടുപിടുത്തവും അവന് പുതിയ ലഹരിയായിരുന്നു. നൈട്രജൻ നാർക്കോസിസ് എന്നൊരവസ്ഥയുണ്ട്. ആഴക്കടലിൽ മുങ്ങിക്കഴിയുമ്പോഴേക്കും ഉയർന്ന മർദ്ദത്തിൽ നൈട്രജൻ തലച്ചോറിനെ ബാധിച്ചിട്ട് മദ്യലഹരി പോലെ ഒരവസ്ഥയുണ്ടാവും. ഭയമില്ലാതാവുകയും ആഴങ്ങളോട് വല്ലാത്തൊരു പ്രണയം തോന്നുകയും ചെയ്യുന്ന ഒരവസ്ഥ. റോജർ ഡൂലിയെ ബാധിച്ചതും സമാനമായ ഒന്നായിരുന്നു. പക്ഷേ അത് നൈട്രജൻ കൊണ്ടായിരുന്നില്ല, മറിച്ച് ആഴങ്ങളിൽ മുങ്ങിപ്പോയ ചരിത്രത്തിന്റെ ലഹരിയായിരുന്നു. ആഴക്കടലിലെ നിഗൂഢത അദ്ദേഹത്തെ മത്തുപിടിപ്പിച്ചു. പക്ഷേ വിധിയുടെ വിളയാട്ടം അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. 1970-കളുടെ അവസാനം ക്യൂബൻ സർക്കാർ റോജറിനെ ഒരു പ്രത്യേക ദൗത്യത്തിനായിട്ട് അമേരിക്കയിലേക്ക് അയച്ചു. മയാമിയിൽ പ്രവാസികളായിട്ടുള്ള ക്യൂബക്കാർക്ക് നാട്ടിലേക്ക് വരാനുള്ള വിമാന സർവീസുകൾ നടത്തുന്ന ഒരു കമ്പനിയിൽ പ്രവർത്തിക്കുക എന്നതായിരുന്നു അത്. അവിടെ വെച്ച് അമേരിക്കയുടെ ഉപരോധം ലംഘിച്ച് സാധനങ്ങൾ ക്യൂബയിലേക്ക് കടത്തി എന്ന കുറ്റത്തിന് FBI റോജറിനെ അന്വേഷിക്കാനായിട്ട് തുടങ്ങി. ജയിലിലാകും എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോഴേക്കും 1982 റോജർ മെക്സിക്കോ വഴി തിരികെ ക്യൂബയിലേക്ക് രക്ഷപ്പെട്ടു. അമേരിക്കയിലെ നല്ല സുഖകരമായിട്ടുള്ള ആ ജീവിതം അതോടെ അവസാനിച്ചു. തിരികെ ഹവാനയിലെത്തിയ റോജർ വീണ്ടും പഴയ കപ്പലുകളെ തേടിയുള്ള ആ യാത്ര കടലിലേക്ക് വീണ്ടും ഇറങ്ങി. അപ്പോഴാണ് കരിസുബ് എന്ന സർക്കാർ കമ്പനി അവനെ വിളിക്കുന്നത്. ക്യൂബൻ തീരങ്ങളിൽ മുങ്ങിക്കിടക്കുന്ന നിധിശേഖരങ്ങളെ കണ്ടെത്തുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ റോജർ തിരഞ്ഞത് സാൻ ഹൊസെ എന്ന കപ്പലിനെ കുറിച്ചുള്ള വിവരങ്ങളായിരുന്നില്ല. അതിനുവേണ്ടിയല്ല റോജർ ഈ പറഞ്ഞ സ്പെയിനിലേക്ക് വന്നത്.
മെഴ്സിഡസ് എന്ന മറ്റൊരു കപ്പലിനെ കുറിച്ചുള്ള അന്വേഷണമാണ് അദ്ദേഹത്തെ ആകസ്മികമായിട്ട് സാൻ ഹൊസയിലേക്ക് കൊണ്ട് എത്തിച്ചത്. ഫയലുകൾ മറച്ചു നോക്കുന്നതിന്റെ ഇടയിൽ 1708 കാർട്ടഹേന ഗവർണർ സ്പെയിനിലെ രാജാവിന് എഴുതിയ ഒരു കത്ത് അദ്ദേഹം കണ്ടെത്തി. ആ കത്തിൽ സാൻ ഹൊസെ മുങ്ങിയ സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ഉണ്ടായിരുന്നു. അന്ന് വരെയും ലോകം മുഴുവൻ കരുതിയിരുന്നത് സാൻ ഹൊസെ മുങ്ങിയത് മുമ്പ് പറഞ്ഞ ഈ ബാരു എന്ന് പറഞ്ഞ ഉപദ്വീപിൽ നിന്നും വളരെ അകലെയാണ് എന്നാണ്. പക്ഷേ ഇപ്പോൾ റോജറുടെ കയ്യിലിരിക്കുന്ന ആ പഴയ കത്തിൽ കപ്പൽ പൊട്ടിത്തെറിച്ചത് ബാരു ദ്വീപിന് തൊട്ടടുത്ത് വെച്ചാണ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് വായിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ റോജറിന്റെ കൈകൾ വിറച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ നിധി കിടക്കുന്നത് എവിടെയാണ് എന്ന് ലോകത്തിൽ ഇപ്പോൾ തനിക്ക് മാത്രമേ അറിയാവൂ. ആ അറിവ് വലിയൊരു ആയുധമായിരുന്നു. സാൻ ഹൊസയുടെ കഥയിൽ ഒരു നായകനുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വില്ലന്മാരും ഉണ്ടാകണമല്ലോ. ഇവിടെ ആ വില്ലന്റെ റോളിൽ വരുന്നത് ഗ്ലോക്കാമോറ എന്ന അമേരിക്കൻ കമ്പനിയാണ്. ഇതിന്റെ പിന്നില് ജാക്ക് ഗ്രിം എന്ന ടെക്സസിലെ ഒരു കോടീശ്വരനായിരുന്നു. ടൈറ്റാനിക്കും നോഹയുടെ പെട്ടകവും പിന്നെ എന്തിന് നമ്മുടെ ബിഗ് ഫുഡിനെ വരെയും തേടി നടക്കുന്ന ഒരു വിചിത്ര മനുഷ്യനായിരുന്നു ഇദ്ദേഹം. 1981 ഇവർ സാൻ ഹൊസെ കണ്ടെത്തി എന്നങ്ങ് അവകാശപ്പെട്ടു. അന്ന് കൊളംബിയൻ സർക്കാർ അവർക്ക് വാഗ്ദാനം ചെയ്തത് നിധിയുടെ 50%. എന്നാൽ സ്വർണം കയ്യിൽ കിട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോഴേക്കും സർക്കാർ വാക്കങ്ങ് മാറ്റി. 50% നിന്നും വെറും 5% അവർ വിഹിതം വെട്ടിച്ചുരുക്കി. അമേരിക്കക്കാർക്ക് അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവര് കൊളംബിയക്കെതിരെ ഒരു നിയമയുദ്ധം തന്നെ അങ്ങ് പ്രഖ്യാപിച്ചു. തോക്കുകൾ കൊണ്ടല്ല, മറിച്ച് വക്കീലന്മാരെ വെച്ചിട്ട്. ഇന്നും ആ നിയമയുദ്ധം തുടരുകയാണ്. കൊളംബിയ പറയുന്നത് അമേരിക്കക്കാർ കണ്ടെത്തിയത് കപ്പലല്ല, വെറും പാറക്കെട്ടുകൾ മാത്രമാണ് എന്നാണ്. എന്നാൽ അമേരിക്കൻ കമ്പനി പറയുന്നത് കൊളംബിയ അവരെ പറ്റിച്ചതാണ്, ചതിച്ചതാണ് എന്നാണ്. $20 ബില്യൺ പകുതിക്ക് വേണ്ടിയിട്ട് നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നിയമയുദ്ധങ്ങളിൽ ഒന്നാണ് ഇത്. പക്ഷേ നമ്മുടെ ഈ റോജർ ഡൂലി ഇപ്പോൾ കണ്ടെത്തിയ രേഖകൾ പ്രകാരം ഇവന്മാർ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലം നിധിയില്ലാത്ത പറമ്പാണ്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ തെറ്റായ ഒരു മാപ്പാണ് ലഭിച്ചിരിക്കുന്നത്. റോജർ പക്ഷേ തന്റെ കണ്ടുപിടുത്തം രഹസ്യമായിട്ട് തന്നെ വെച്ചു. കാരണം ഇത് ക്യൂബയ്ക്ക് ലഭിക്കേണ്ട വിജയമാണ്. അമേരിക്കക്കാർ അത് കൊണ്ടുപോകാൻ പാടില്ല. റോജർ തിരികെ ഹവാനയിലെത്തി. തന്റെ കണ്ടെത്തലുകൾ അധികൃതരെ അറിയിച്ചു. എന്നാൽ ക്യൂബൻ സർക്കാരിന് നേരിട്ട് കൊളംബിയൻ കടലിൽ പോയിട്ട് തെരച്ചിൽ നടത്താനായിട്ട് കഴിയില്ല. അതിന് നയതന്ത്രപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ട്. മാത്രവുമല്ല, ഗ്ലോക്കാമോറ എന്ന് പറഞ്ഞ ഈ അമേരിക്കൻ കമ്പനി കൊളംബിയയുമായിട്ട് കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. അത് കേട്ടതോടെ റോജർക്ക് മനസ്സിലായി താൻ കുഴപ്പത്തിലായി. നേരെ ചൊവ്വയെ പോയിട്ട് ഇത് പോയി കുഴിച്ചെടുക്കാനായിട്ട് ഇദ്ദേഹത്തിന് പറ്റില്ല. നിധി എവിടെയാണ് എന്നറിയാം, പക്ഷേ അത് എടുക്കാനായിട്ട് കഴിയില്ല. കൺമുന്നിൽ വെച്ചിട്ട് മറ്റാരെങ്കിലും, പ്രത്യേകിച്ചും താൻ വെറുക്കുന്ന അമേരിക്കൻസ് അത് തട്ടിയെടുക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരുമോ എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഭയം. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഗ്ലോക്കാമോറ എന്ന് പറഞ്ഞ ആ പഴയ അമേരിക്കൻ കമ്പനി പേര് മാറിയിട്ട് സീ സെർച്ച് അർമാഡ എന്നാക്കി മാറ്റി. അവര് 1981 സാൻ ഹൊസെ കണ്ടെത്തി എന്ന് അവകാശപ്പെട്ടത്. എന്നാൽ അത് കളവാണ് എന്ന് നമ്മുടെ ഈ റോജർ ഡൂലിക്ക് മാത്രമാണ് അറിയാവുന്നത്. ഈ തർക്കങ്ങൾക്കിടയിൽ സാൻ ഹൊസെ ആർക്കും പിടികൊടുക്കാതെ കടലിന്റെ അടിത്തട്ടിൽ സുരക്ഷിതമായിട്ട് കിടക്കുകയാണ് എന്ന് റോജർ ഡൂലിക്ക് അറിയാം. ഡൂലി തന്റെ ജീവിതം ഇതറിഞ്ഞുകൊണ്ട് തന്നെ ആരോടും പറയാതെ മുന്നോട്ട് കൊണ്ടുപോയി. ക്യൂബയിലെ ജീവിതം അടുത്തു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം 1990 വീണ്ടും അമേരിക്കയിലേക്ക് തന്നെ കുടിയേറി. പഴയ കേസുകൾ, അവിടെ ഉണ്ടായിരുന്ന FBI അന്വേഷിച്ചിടുന്ന കേസുകളൊക്കെ ഇദ്ദേഹം എങ്ങനെയൊക്കെ ഒത്തുതീർപ്പാക്കി. പക്ഷേ സാൻ ഹൊസെ എന്ന സ്വപ്നം അദ്ദേഹത്തെ വിട്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അവസാനം 2015 കാര്യങ്ങൾ മാറി മറിഞ്ഞു. കൊളംബിയൻ പ്രസിഡന്റ് ഹുവാൻ മാനുവൽ സാന്റോസ് സാൻ ഹൊസെ കണ്ടെത്തുക എന്നത് ഒരു ദേശീയ അഭിമാനമായിട്ടങ്ങ് പ്രഖ്യാപിച്ചു. പഴയ നിയമതർക്കങ്ങളെല്ലാം മാറ്റി നിർത്തിയിട്ട് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് കപ്പൽ കണ്ടെത്തുവാൻ അദ്ദേഹം തീരുമാനമെടുത്തു. ഇത്തവണ റോജർ ഡൂലിക്ക് അവസരം ലഭിച്ചു. സമുദ്ര ഗവേഷണത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള വുഡ്സ് ഹോൾ ഓഷ്യാനോഗ്രാഫിക് ഇൻസ്റ്റിറ്റ്യൂട്ടിനെയാണ്, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കൂട്ടുപിടിച്ചാണ് കൊളംബിയൻ നാവികസേനയുമായിട്ട് ചേർന്നിട്ട് പ്രവർത്തിക്കാനായിട്ട് നമ്മുടെ ഈ റോജർ ഡൂലിക്ക് ക്ഷണം ലഭിച്ചത്. അങ്ങനെ 71-ാം വയസ്സിൽ തന്റെ ജീവിതം മുഴുവൻ നീണ്ട കാത്തിരിപ്പിന്റെ ഒടുവിൽ റോജർ ഡൂലി വീണ്ടും ആ പഴയ കപ്പലിനെ തേടി യാത്രയായി. ഇത്തവണ കയ്യിൽ പഴയ ഭൂപടങ്ങൾ മാത്രമല്ല ഉള്ളത്, റമസ് 6000 എന്ന അത്യാധുനിക അണ്ടർ വാട്ടർ റോബോട്ടും കയ്യിലുണ്ടായിരുന്നു. ഇത് കാഴ്ചയിൽ വലിയ മഞ്ഞ ടോർപ്പിട പോലെ ഇരിക്കും. ഏകദേശം 13 അടി നീളം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ വരെ ആഴത്തിൽ പോയിട്ട് പ്രവർത്തിക്കാനായിട്ട് ഇതിന് കഴിയും. 5 knots വേഗത വരെയും ഇതിന് കൈവരിക്കാൻ സാധിക്കും. 22 മണിക്കൂർ വരെയും തുടർച്ചയായിട്ട് കടലിന്റെ അടിയിൽ കിടക്കാൻ കഴിവുള്ള ഇത് ഒരു സാധാരണ റിമോട്ട് കൺട്രോൾ റോബോട്ട് അല്ല. ഇതിന് സ്വന്തമായിട്ട് ബുദ്ധിയുണ്ട്. നമ്മളൊരു പ്രദേശം അതിർത്തി തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു തോട്ടം വെട്ടിയെടുത്ത് വൃത്തിയാക്കുന്നത് പോലെ ആ പ്രദേശം മുഴുവൻ ഇത് അരിച്ചു പറക്കിക്കളയും. ഇതിന്റെ വശങ്ങളിലുള്ള സൈഡ് സ്കാൻ സോണാർ ഉപയോഗിച്ചിട്ട് കടലിന്റെ അടുത്തിട്ടിലെ ഓരോ ചെറിയ വസ്തുവിനെ പോലും അത് 3D ചിത്രങ്ങളാക്കിയിട്ട് എടുത്തിട്ട് ഒപ്പിയെടുത്തിട്ട് ഈ കരയിലുള്ള അല്ലെങ്കിൽ കപ്പലിലേക്ക് അങ്ങോട്ടേക്ക് ഇതയക്കും. എയർ ഫ്രാൻസ് വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് കണ്ടെത്തിയതും ഇതേ റമസ് 6000 തന്നെയായിരുന്നു. സാൻ ഹൊസയെ കണ്ടെത്താനായിട്ട് റോജർ ഡൂലിക്ക് വെറും ഒരു മുങ്ങിക്കപ്പൽ മാത്രം പോരായിരുന്നു. മനുഷ്യർക്ക് പോകാൻ കഴിയാത്തത്ര ആഴത്തില് കിലോമീറ്ററോളം പരന്നു നിൽക്കുന്ന ഇരുട്ടില്
മടുപ്പില്ലാതെ തിരച്ചിൽ നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരാളെയാണ് ഇദ്ദേഹത്തിന് വേണ്ടിയിരുന്നത്. അവിടെയാണ് ഈ റമസ് 6000 കടന്നു വരുന്നത്. പക്ഷേ കരീബിയൻ കടലിൽ എവിടെയാണ് ഈ സാൻ ഹൊസയെ തിരയേണ്ടത്? റോജറിന്റെ കൈവശം ഒരു തുറുപ്പ് ചീട്ടുണ്ടായിരുന്നു. 1999 വാഷിംഗ്ടൺ DC-യിലെ ലൈബ്രറി ഓഫ് കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയ ഒരു പഴയ ഭൂപടം. 1729 വരച്ച ആ ഭൂപടത്തിൽ കൊളംബിയൻ തീരത്ത് അഡ്മിറലിന്റെ പാറക്കെട്ടുകൾ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥലം റോജർ കണ്ടു. ചരിത്രത്തിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥലപ്പേരേ ഇല്ല. അതായത് ഇന്നത്തെ ഭൂപടങ്ങളോ അന്നത്തെ ഭൂപടങ്ങളോ വേറെ നോക്കിക്കഴിഞ്ഞാൽ ആ പേരിൽ ഒരു സ്ഥലം ഇല്ല. ചരിത്രരേഖകളിൽ അങ്ങനെ ഒരു സ്ഥലമില്ല. പിന്നെ എന്തുകൊണ്ടാണ് 1729 ഭൂപടം വരച്ച ആള് ആ സ്ഥലത്തിന് അഡ്മിറൽ എന്ന പേര് നൽകിയത്? ശരിക്കും പറഞ്ഞാൽ സാൻ ഹൊസെ യുദ്ധം നടന്ന ആ സ്ഥലത്താണ് ഈ പേര് ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ചുരുക്കത്തിൽ അത് സാൻ ഹൊസെ ആക്രമിച്ച നമ്മുടെ ഇംഗ്ലീഷ് അഡ്മിറൽ ചാൾസ് വെയ്ജർ, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഒരു പേര് എന്നാണ് റോജർ കരുതുന്നത്. ഈ ഒറ്റ സൂചനയാണ് ലോകം മുഴുവൻ തിരഞ്ഞ ആ സ്ഥലത്ത് നിന്ന് മാറിയിട്ട് ആരും ശ്രദ്ധിക്കാത്ത ഒരിടത്താണ് സാൻ ഹൊസെ ഉണ്ടാവും എന്ന് നമ്മുടെ ഈ റോജർ കരുതാനായിട്ട് പ്രധാന കാരണം. പഴയ കത്തുകളിലെ വിവരങ്ങളും കാറ്റിന്റെ ഗതിയും ഈ ഭൂപടത്തിലെ സൂചനയും വെച്ചിട്ട് റോജർ ഒരു സാങ്കല്പിക ചതുരം കടലിൽ വരച്ചു, ഒരു സെർച്ച് ബോക്സ് വരച്ചു. ഏകദേശം 120 ചതുരശ്ര മൈൽ വിസ്തീർണമുള്ള ഒരു പ്രദേശം. ലോകം മുഴുവൻ കരുതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാൻ ഹൊസെ അവിടെയാണ് ഉണ്ടാകാൻ സാധ്യത എന്ന് ഇദ്ദേഹം ഉറപ്പിച്ചങ്ങ് പറഞ്ഞു. പക്ഷേ ഈ വലിയ ദൗത്യത്തിന് കൊളംബിയൻ പ്രസിഡന്റിന്റെ അനുമതി വേണം. പ്രസിഡന്റ് ഹുവാൻ മാനുവൽ സാന്റോസിനെ കാണുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒടുവിൽ 2014 ന്യൂയോർക്കിൽ ഒരു വിരുന്നിൽ വെച്ചിട്ട് റോജർ സാന്റോസിനെ കണ്ടുമുട്ടി. പ്രസിഡന്റ്, എനിക്ക് 3 മിനിറ്റ് സമയം താ, റോജർ പറഞ്ഞു. അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന പഴയ ഭൂപടം ഉണ്ടല്ലോ, അത് പ്രസിഡന്റിനെ കാണിച്ചു. ഇത് സാൻ ഹൊസെ എവിടെയാണ് എന്നുള്ളതിന്റെ താക്കോലാണ്. എനിക്കറിയാം അത് എവിടെയാണ് ഉള്ളതെന്ന്. അത് കണ്ടെത്താനുള്ള പണവും എൻ്റെ കയ്യിലുണ്ട്. അത് കേട്ടിട്ട് നമ്മുടെ ഈ പ്രസിഡന്റ് സാന്റോസ് ആവേശഭരിതനായി. കടലിലെ നിധികളെക്കുറിച്ച് പണ്ടേ താല്പര്യമുണ്ടായിരുന്ന അദ്ദേഹം റോജറിന്റെ ആത്മവിശ്വാസം കണ്ട് അത്ഭുതപ്പെട്ടു. ശരി, നമുക്ക് സാൻ ഹൊസയെ കണ്ടെത്താം. അങ്ങനെ പ്രസിഡന്റ് സാന്റോസ് ഇദ്ദേഹത്തിന് ഉറപ്പ് നൽകി. കടലിന്റെ അടിത്തട്ടിൽ ഏകദേശം 600 മീറ്ററിലധികം ആഴത്തിലാണ് സാൻ ഹൊസെ കിടക്കുന്നത് എന്നാണ് റോജർ കണക്ക് കൂട്ടിയത്. അവിടെ മനുഷ്യന് നീന്തിയെത്താൻ കഴിയില്ല. മുമ്പ് പറഞ്ഞതുപോലെ അവിടെയാണ് റമസ് 6000 റോജർ ഡൂലിക്ക് തുണയായത്. കൊളംബിയൻ നാവികസേനയുടെ RC മാൽപലോ എന്നറിയപ്പെടുന്ന കപ്പലിലായിരുന്നു ഇവരുടെ താമസം. ദിവസങ്ങളോളം അവർ ഈ റോജർ വരച്ചു കൊടുത്ത ചതുരത്തിന്റെ ഉള്ളിൽ തന്നെ തിരച്ചിൽ നടത്തി. പക്ഷെ നിരാശയായിരുന്നു ഫലം. ഏതാണ്ട് 50% ഭാഗത്ത് തിരഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കടലിന്റെ അടുത്തിട്ടിൽ പാറക്കെട്ടുകളും മണലും മാത്രമല്ലാതെ മറ്റൊന്നും അവർ കണ്ടില്ല. കപ്പലിന്റെ ഇന്ധനം തീരാറായി കഴിഞ്ഞപ്പോഴേക്കും വെറും കൈയോടെ അവർക്ക് മടങ്ങേണ്ടി വന്നു. ഇത് കേട്ട് റോജർ തകർന്നുപോയി. താൻ ഒരിക്കൽ കൂടി പരാജയപ്പെട്ടു എന്ന് തന്നെ അദ്ദേഹം കരുതി. എന്നാൽ അദ്ദേഹത്തിന് നിക്ഷേപകർ, അദ്ദേഹത്തിന് പൈസ കൊടുത്ത ആളുകൾ പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. അവർ പറഞ്ഞു, ബാക്കി 50% സ്ഥലത്ത് തിരഞ്ഞാൽ ഉറപ്പായിട്ടും 100% വിജയം ഉറപ്പാണ്. അവരങ്ങനെയാണ് കരുതിയത്. അങ്ങനെ 2015 നവംബറിൽ അവർ വീണ്ടും തിരികെ എത്തി. ഇത്തവണ റോജർ വരച്ച ചതുരത്തിന്റെ ബാക്കി ഭാഗങ്ങളിലാണ് അവർ തിരച്ചിൽ നടത്തിയത്. സമയം 2015 നവംബർ 27 പുലർച്ചെ. റമസ് 6000 എന്ന് പറഞ്ഞ ആ റോബോട്ട് കടലിന്റെ അടുത്തിൽ നിന്ന് അയച്ച അനേകം ചിത്രങ്ങൾ വുഡ്സ് ഹോൾ എഞ്ചിനീയർ ജെഫ് കേലി പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ആയിരക്കണക്കിന് ചിത്രങ്ങൾ ഒരേപോലെ വിരസമായിട്ടുള്ള മണൽ മാത്രമാണ് കാണിക്കുന്നത്. എല്ലാം ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. പെട്ടെന്നാണ് അദ്ദേഹം അത് നോക്കിയത്. കടലിന്റെ അടുത്തട്ടിലെ മണൽ കൂനകൾ. ആ മണൽ കൂനയിൽ നിന്ന് പുറത്തേക്ക് മുകളിലേക്ക് കുഴലുപോലെ പൈപ്പ് പോലെ എന്തൊക്കെയോ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു. അതെന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹം സൂം ചെയ്ത് നോക്കി. സംശയമില്ല, അത് പീരങ്കികളാണ്. വെങ്കലം കൊണ്ട് നിർമ്മിച്ച പഴയ പീരങ്കികൾ. ജെഫ് അത്ഭുതം കൊണ്ട് സ്തംഭിച്ചുപോയി. ഉടൻ തന്നെ അപ്പോൾ ആ സമയത്ത് കരയിലുണ്ടായിരുന്ന നമ്മുടെ റോജർ ഡൂലിയെ വിവരം അറിയിച്ചു. ചിത്രങ്ങൾ കണ്ടപ്പോഴേക്കും റോജറിന്റെ നെഞ്ചിടിപ്പ് കൂടി. പീരങ്കികൾ കണ്ടതുകൊണ്ട് മാത്രം അത് സാൻ ഹൊസെ ആവണമെന്ന് നിർബന്ധമില്ല. ഒരുപക്ഷെ വേറെ ഏതെങ്കിലും കപ്പലാകാം. പക്ഷേ സാൻ ഹൊസയുടെ പീരങ്കികൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവയുടെ പിൻഭാഗത്ത് കൈപ്പിടിക്ക് പകരം മനോഹരമായിട്ടുള്ള ഡോൾഫിൻസിന്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ടാവും. സ്പെയിനിലെ മാസ്റ്റർ ഗണ്ണർ എൻറിക്കെ ഹാബറ്റ് നിർമ്മിച്ച പീരങ്കികളിൽ മാത്രമേ ഈ ഡോൾഫിൻസ് ഉണ്ടായിരുന്നുള്ളൂ. അയാളാണ് സാൻ ഹൊസയിലെ പീരങ്കികൾ രൂപകൽപ്പന ചെയ്തത്. റോജർ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് തന്റെ മുഖം അടുപ്പിച്ചു. ആ പീരങ്കിയുടെ പിൻഭാഗം ഒന്ന് സൂം ചെയ്ത് നോക്കി. അവിടെ നൂറ്റാണ്ടുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിലും ഒരു കാര്യം വ്യക്തമായിട്ട് തന്നെ കാണാമായിരുന്നു. ചാടി മറിയുന്ന ഒരു ഡോൾഫിന്റെ രൂപം. എന്റെ കർത്താവെ എന്ന് വിളിച്ചുകൊണ്ട് റോജർ ചാടി എഴുന്നേറ്റു. ഇത് സാൻ ഹൊസെ തന്നെയാണ്. റോജർ ഡൂളി താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ ആഹ്ലാദ പ്രകടനങ്ങളും ശബ്ദ കോലാഹലങ്ങളും ഒക്കെ ഉയർന്നു. റോജർ തന്റെ ഭാര്യയായിട്ടുള്ള അദ്രിയാനയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. 30 വർഷത്തെ കാത്തിരിപ്പ് ഇതാ അവസാനിച്ചിരിക്കുന്നു. സാൻ ഹൊസെ എന്ന ഇതിഹാസം ഇതാ കൺമുന്നിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. കടലിന്റെ അടുത്തട്ടിൽ വലിയ കേടുപാടുകൾ കൂടാതെ തന്നെ ആ പഴയ കപ്പൽ അവിടെ തന്നെയുണ്ട്. സ്വർണ്ണ നാണയങ്ങളും പീരങ്കികളും മൺപാത്രങ്ങളും
ചൈനീസ് പോർസലൈൻ പാത്രങ്ങളും എല്ലാം ചിതറിക്കിടപ്പുണ്ട്. അവർ ഈ വിവരം തൽക്കാലത്തേക്ക് അതീവ രഹസ്യമായിട്ട് തന്നെ സൂക്ഷിച്ചു. അവസാനം ഡിസംബർ 4 പ്രസിഡന്റ് സാന്റോസ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം നടന്നിരിക്കുന്നു. സാൻ ഹൊസെ കടലിന്റെ അടിത്തട്ടിൽ ഒളിച്ചിരിക്കുന്ന സ്ഥലം നമ്മൾ ശരിക്കും കണ്ടെത്തി കഴിഞ്ഞു. എന്നാൽ സാൻ ഹൊസയുടെ കഥ അവിടെ അവസാനിച്ചില്ല. കപ്പൽ കണ്ടെത്തി എന്ന വാർത്ത പുറത്തു വന്നതോടെ അവകാശവാദങ്ങളുടെ പ്രളയമായി. സ്പെയിൻ പറഞ്ഞു, ഇത് ഞങ്ങളുടെ കപ്പലാണ്, ഞങ്ങളുടെ പതാകയുള്ള കപ്പലാണ്, അതുകൊണ്ട് നിധി ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ബൊളീവിയയിലെ തദ്ദേശീയരായിട്ടുള്ള ആ നാട്ടുകാർ പറഞ്ഞു, ഈ സ്വർണവും വെള്ളിയും ഞങ്ങളുടെ പൂർവികരുടെ രക്തമാണ്, അത് ഞങ്ങൾക്ക് വേണം. അതുപോലെ തന്നെ അമേരിക്കൻ കമ്പനിയായിട്ടുള്ള പഴയ ഗ്ലോക്കാമോറ, സീ സെർച്ച് അർമാഡ, അവർക്കാണ് ഇത് കണ്ടെത്താനുള്ള ലൈസൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അവരും കോടതിയെ സമീപിച്ചു. പക്ഷേ ഇതിനെല്ലാം നടുവിൽ റോജർ ഡൂലി എന്ന മനുഷ്യനാണ് ശരിക്കും പറഞ്ഞാൽ വിജയിച്ചത്. ലോകം മുഴുവൻ അസാധ്യമാണ് എന്ന് പറഞ്ഞ കാര്യം അദ്ദേഹം സാധിച്ചെടുത്തു. ആഴങ്ങളിൽ ഉറങ്ങിക്കിടന്ന സാൻ ഹൊസയെ അദ്ദേഹം വിളിച്ചുണർത്തി. കപ്പൽ കണ്ടെത്തി 10 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് സാൻ ഹൊസെ വീണ്ടും വാർത്തകളിൽ നിറയുന്നത്. ഇത്തവണ കൊളംബിയ ഭരിക്കുന്നത് ഗുസ്താവോ പെട്രോ എന്ന പ്രസിഡന്റാണ്. അദ്ദേഹം ഒരു കാര്യം തീർത്തു പറഞ്ഞു, സാൻ ഹൊസെ വെറും ഒരു നിധിയല്ല, അത് ഞങ്ങളുടെ ചരിത്രമാണ്, ഇത് കച്ചവടം ചെയ്യാനുള്ളതല്ല. അങ്ങനെ സാൻ ഹൊസയുടെ ഹൃദയത്തിലേക്ക് ടുവേർഡ് ദ ഹേർട്ട് ഓഫ് ദി സാൻ ഹൊസെ ഗാലിയൻ എന്ന പേരിൽ ഒരു പുതിയ ദൗത്യം, ഒരു പദ്ധതി ആരംഭിച്ചു. 2024 കൊളംബിയൻ നാവികസേന കടലിന്റെ അടുത്തട്ടിലേക്ക് വീണ്ടും റോബോട്ടുകളെ അയച്ചു. ഇത്തവണ വെറും ഫോട്ടോ എടുക്കാനല്ല, ആ നിധികളെ മുകളിലേക്ക് പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർ പോയത്. അങ്ങേയറ്റം ശ്രമകരമായിട്ടുള്ള ദൗത്യമായിരുന്നു അത്. 600 മീറ്റർ താഴെ നൂറ്റാണ്ടുകളായിട്ട് ഉറങ്ങിക്കിടക്കുന്ന ആ വസ്തുക്കളെ കേടുപാടുകൾ കൂടാതെ പുറത്തേക്ക് എത്തിക്കുക എന്നത് വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. മാസങ്ങൾ നീണ്ട ആ പരിശ്രമത്തിന്റെ ഒടുവിൽ 2025 നവംബറിൽ ആ വലിയ വാർത്ത പുറത്തേക്ക് വന്നു. 300 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് സാൻ ഹൊസയിലെ ചില നിധികൾ കരയിൽ എത്തിയിരിക്കുന്നു. ഒരു വെങ്കല പീരങ്കി, തിളക്കം മങ്ങാത്ത 3 സ്വർണ്ണ നാണയങ്ങൾ, ഒരു ചൈനീസ് പോർസലൈൻ കപ്പ്. ഇവ ഇപ്പോൾ കാർട്ടഹേനയിലെ ലബോറട്ടറിയിൽ ഉപ്പ് വെള്ളത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അന്തരീക്ഷ വായുമായിട്ടുള്ള സമ്പർക്കം ഇവയെ നശിപ്പിക്കാതിരിക്കാനായിട്ട് ഗവേഷകർ നന്നായി കഷ്ടപ്പെടുന്നുണ്ട്. നിധികൾ കരയ്ക്കെത്തിയെങ്കിലും സാൻ ഹൊസയെ ചൊല്ലിയുള്ള യുദ്ധം കരയിൽ മുറുകുകയാണ്. ഇത് തങ്ങൾ കണ്ടെത്തിയതാണ് എന്ന് പറഞ്ഞ അമേരിക്കൻ കമ്പനി, ഇത് ഞങ്ങളുടെ രാജാവിന്റെ കപ്പലാണ് എന്ന് പറഞ്ഞു സ്പെയിൻ. പക്ഷേ സാൻ ഹൊസെ നിധിയുടെ കഥയിൽ ഏറ്റവും ശക്തമായ, എന്നാൽ ആരും കേൾക്കാത്ത ഒരു ശബ്ദമുണ്ട്. അത് ബൊളീവിയയിലെ പൊട്ടോസി മലനിരകളിൽ നിന്ന് ഉയരുന്നതാണ്. ഖാറ ഖാറ എന്ന തദ്ദേശീയ ഗോത്രവർഗ്ഗക്കാരുടെ ശബ്ദം. സാൻ ഹൊസയിലുള്ള ഓരോ വെള്ളി നാണയങ്ങളും അവരുടെ പൂർവികരുടെ വിയർപ്പും രക്തവുമാണ്. സ്പാനിഷ് സാമ്രാജ്യം ചങ്ങലക്കിട്ട് പൊട്ടോസി ഖനികളിലെ ഇരുണ്ട തുരങ്കങ്ങളിലേക്ക് തള്ളിവിട്ട ആയിരക്കണക്കിന് മനുഷ്യരുടെ പിൻതലമുറയിൽപ്പെട്ട ആളുകളാണ് അവർ ലോകത്തോട് വിളിച്ചു പറയുന്നു, ആ കപ്പലിലെ സ്വർണവും വെള്ളിയും ഞങ്ങളുടേതാണ്, അത് ഞങ്ങളുടെ മണ്ണിൽ നിന്ന് കവർന്നെടുത്തതാണ്, ഞങ്ങളുടെ മുതുമുത്തച്ഛന്മാരുടെ ജീവന് വിലയായി ലഭിക്കേണ്ടതാണ്. ആ 600 മീറ്റർ ആഴത്തിൽ കിടക്കുന്നത് വെറും നാണയങ്ങളല്ല, അത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ആത്മാക്കളാണ്, അത് ഞങ്ങൾക്ക് തന്നെ തിരികെ വേണം. മുങ്ങിപ്പോയ സാൻ ഹൊസെ ഇപ്പോൾ വലിയൊരു ഇതിഹാസമായി മാറിയിട്ടുണ്ട്. ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് തൻ്റെ കോളറക്കാലത്തെ പ്രണയം എന്ന നോവലിൽ ഈ കപ്പലിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. കപ്പലിന്റെ ഉള്ളിൽ ഒരു ഭീമൻ നീരാളി വസിക്കുന്നുണ്ട് എന്നും മരിച്ചുപോയ കമാൻഡർ കപ്പലിന്റെ ഉള്ളിൽ ഒഴുകി നടക്കുന്നുണ്ട് എന്നും ഒക്കെയുള്ള കഥകളും ഈ നോവൽ പുറത്തിറങ്ങിയതോടെ ലോകവ്യാപകമായിട്ട് പ്രചരിക്കപ്പെട്ടു. ഈ തർക്കങ്ങൾക്കിടയിലും കഥകൾക്കിടയിലും കൊളംബിയൻ സർക്കാർ 2026 ഒരു വലിയ മ്യൂസിയം പണിയാനുള്ള തയ്യാറെടുപ്പിലാണ്. റോജർ ഡൂലി എന്ന നിധിവേട്ടക്കാരൻ തുടങ്ങിയ ആ യാത്ര ഇന്ന് ഒരു രാജ്യത്തിന്റെ അഭിമാന പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നു. സാൻ ഹൊസയിലെ കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന നിധി ഇന്നും കടലിന്റെ അടുത്തട്ടിൽ ബാക്കിയുണ്ട്. അത് ആർക്ക് ലഭിക്കുമെന്ന ചോദ്യം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ തുടരുന്നു. എന്തായാലും ഒന്നുറപ്പാണ്, സാൻ ഹൊസെ ഇനി ഉറങ്ങില്ല, അവൻ ഉണർന്നു കഴിഞ്ഞു. അന്താരാഷ്ട്ര കോടതികളിൽ വലിയ വലിയ വക്കീലന്മാരെ വാദിക്കുമ്പോൾ പൊട്ടോസിയിലെ കാറ്റിൽ ഇന്നും ആ പഴയ ആളുകളുടെ തേങ്ങൽ കേൾക്കാം. സാൻ ഹൊസെ നിധിയുടെ യഥാർത്ഥ അവകാശികൾ ആരാണ്? നിയമമോ അതോ നീതിയോ? ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിനായിട്ട് റെഫർ ചെയ്ത ബുക്കുകളുടെ കമനീയ ശേഖരം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ശ്രദ്ധിച്ച് കേട്ടവർക്ക് മാത്രം ഒരു സംശയം ഇപ്പോഴും ബാക്കിയായിട്ടുണ്ടാവും. തെക്കേ അമേരിക്കയിലെ കൊടുങ്കാടുകളിൽ നിന്നും സാൻ ഹൊസയിലേക്ക് കയറ്റിയ സ്വർണ്ണത്തിനും വെള്ളിക്കും ഇടയിലെ ചൈനീസ് പോർസലൈൻ കപ്പ് എങ്ങനെയാണ് വന്നത്? നമ്മുടെ ബുദ്ധി ഷാർപ്പൺ ചെയ്യാനുള്ള ഏറ്റവും സുന്ദരമായ മാർഗം അറിവിനായിട്ട് തിരയുക, റിസർച്ച് ചെയ്യുക എന്നതാണ്. ആ ജോലി ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. ആരെങ്കിലും കണ്ടെത്തി കമന്റിൽ പറഞ്ഞാൽ നമുക്കതൊരു പോസ്റ്റ് ആക്കിയിട്ട് മറ്റുള്ളവർക്കായിട്ട് പങ്കുവെക്കാം. നിങ്ങൾക്കതിന് പറ്റിയില്ലെങ്കിൽ ആ കൃത്യം ഞാൻ തന്നെ ചെയ്യും. ഒരു കാര്യം കൂടി, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഇപ്പോൾ കൂടുതൽ ആക്റ്റീവാണ്. നിങ്ങൾ ഇവിടെ കേൾക്കാത്ത പലതും ഇപ്പോൾ അവിടെ നിന്നും കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ അങ്ങോട്ട് കൂടി ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ യൂട്യൂബ് നമുക്കൊരു പുതിയ ഓപ്ഷൻ കൂടി തന്നിട്ടുണ്ട്, ക്യൂസ്. കമന്റ് സെക്ഷനിൽ നിങ്ങൾ ഹൈപ്പ് കാണുന്ന സ്ഥലത്ത് തന്നെ ഒന്നുകൂടി സ്വൈപ്പ് ചെയ്താൽ, ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്ന് സ്വൈപ്പ് ചെയ്താൽ അത് കാണാം. വീഡിയോ സീരിയസ് ആയിട്ട് അറിവിനായിട്ട് കാണുന്ന ആളാണ് നിങ്ങളെങ്കിൽ അതിൽ കൂടി ഒന്ന് പങ്കുചേരുക. അവസാനമായിട്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ടേം ഇൻഷുറൻസിനെ കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്രതീക്ഷിതമായിട്ട് വീട്ടിലെ പണം സമ്പാദിക്കുന്ന ആൾക്ക് മരണം സംഭവിച്ചാൽ കുടുംബത്തിന്
സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ ടേം ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് എന്തായാലും നല്ലതാണ്. ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഉള്ള ലിങ്കിൽ പോയിട്ട് പോയി ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഇപ്പോൾ 15% വരെ ഡിസ്കൗണ്ടിൽ എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇത് നാളത്തേക്ക് മാറ്റി വയ്ക്കാതിരിക്കുക. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.